Hi friends, welcome back to my channel. അപ്പോൾ ഇന്നത്തെ ലൈവ് ഇത്ര നേരം ചുമ്മാ കണ്ടുകൊണ്ടിരുന്നപ്പം ഓരോരോ സംഭവങ്ങൾ അതിലെ ഓരോരോ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പ് കാണിച്ച് പറയാം. ആദ്യം ജിസയിൽ ഇപ്പം ബിഗ് ബോസിൽ ഇനി ഏത് ബിഗ് ബോസിൽ ഏത് ഭാഷയാണെങ്കിലും വിളിച്ചാൽ വരും എന്ന് പറയുന്ന സീനൊന്ന് കേൾക്കാം. ആക്ച്വലി പോകാൻ പ്രോബ്ലം ഇല്ല. ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമാണ്. ആണോ? ഫോർമാറ്റ് ഓഫ് ദി ഷോ ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ ജിസയിൽ പറഞ്ഞത് ഇനി ഏത് ബിഗ് ബോസ് വിളിച്ചാലും പോകുന്നു. സാധാരണഗതി ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 100-90 ദിവസം ഒരു മനുഷ്യരുമായിട്ടും പുറംലോകമായിട്ടും ഒന്നും അടുപ്പമില്ല. രണ്ടാമത് അവിടെ പട്ടിണിയാണ്. അവർക്ക് ഇഷ്ടമുള്ള ഇവരുടേതായ ശീലങ്ങൾ, ഹാബിറ്റുകൾ കംപ്ലീറ്റ് മാറ്റണം. ഒരാളുടെ എന്താണോ അതിൽ ശീലിച്ച് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത് കംപ്ലീറ്റ് മാറ്റി പ്രതികൂലമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകണം. വഴക്കും ബഹളവും എല്ലാം ആയിട്ട് അങ്ങനെ ആകെ ഒരു മനുഷ്യർ പോലും അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ വീണ്ടും വീണ്ടും പോകാൻ ആഗ്രഹിക്കില്ല. എല്ലാവർക്കും അതൊരു മടുപ്പ് തന്നെ ആകുന്ന ഒരു സംഭവമാണ്. അല്ലെ പിന്നെ ഈ ഷോയുടെ പ്രത്യേകത എന്താ? പക്ഷേ ജിസയിൽ പറയുന്നത് നിങ്ങൾ കേട്ടോ, ഇനി എത്ര ഭാഷയെ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും ജിസയിൽ പോവും. OTT വിളിച്ചപ്പോൾ പോയില്ലെന്ന് പറഞ്ഞു. അവിടെ ഈ നമ്പർ നടക്കുകയല്ലോ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മാത്രമുള്ള, അതെവിടെയെങ്കിലും ഷൂട്ട് ചെയ്ത് കാണിക്കുമായിരിക്കും ചെയ്ത്. അപ്പോൾ ഇവിടെ പോവും. ഇവിടെ അതായത് ഇപ്പം ഈ ഷോയിൽ തന്നെ വന്നതിന് ശേഷം ഇവിടെ അവരുടെ വസ്ത്രങ്ങളില്ല, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമില്ല, ഒന്നുമില്ലായിരുന്നു. പ്രതികൂലമായ അവസ്ഥ ആയിരുന്നു. കണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ ബുദ്ധിമുട്ട്. എന്നിട്ടും ജിസയിൽ ഇനിയും വരാൻ തോന്നി. അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, ഈ ബിഗ് ബോസ് വന്നതിന് ശേഷം ജിസയിൽ കാട്ടിക്കൂട്ടിയതെല്ലാം ഈ ഹൗസിനുള്ളിൽ കൊടുത്ത നിയമങ്ങൾക്കെതിരാണ്. എന്നാൽ ആ ഒരു ബിഗ് ബോസിൻ്റെ അതോറിറ്റി ഈ പറയുന്ന പോലെ ജിസയിലിനെ മൈൻഡ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ലാലേട്ടൻ ജിസയിൽ എവിടെയാണ് ഒളിപ്പിച്ചു വെക്കുന്നത്, എല്ലാ സാധനവും എടുത്ത് ഒളിപ്പിച്ചു വെക്കുന്നത് എവിടെയാണ്, KP നമ്പൂതിരീസിൻ്റെ അവിടെയാണോ എന്ന് വെച്ചാൽ അയ്യേ ഞങ്ങൾ കണ്ടുപിടിച്ചേ പറ്റിച്ചേ എന്നുള്ള രീതിയിൽ ലാലേട്ടൻ പറയുന്നത്. അതിൻ്റെ അടുത്ത വാക്ക് എന്തായിരുന്നു പറയണ്ടേ? നീ ഈ പരിപാടി ഇവിടെ അധികം ഇറക്കണ്ട, ഇവിടെ മറ്റുള്ളവർക്കൂടെയുള്ള ഫുഡാണ് നീ എടുത്തുകൊണ്ട് പാത്ത് വെക്കണം, മര്യാദയ്ക്ക് നിർത്തിക്കോണമെന്നല്ലേ പറയണ്ടേ. അതിന് കൊഞ്ചിച്ചോണ്ട് ലാലേട്ടൻ പറയാം ജിസയിൽ ഞങ്ങൾ കണ്ടുപിടിച്ചേന്ന്. അപ്പം ജിസയിൽ ഉടനെ പറയാ അത് തീർന്നു ലാലേട്ട, അത് തീർന്നു ലാലേട്ട എന്ന് പറഞ്ഞ് കൊഞ്ചിക്കൊഴിഞ്ഞ് പറയുന്നുണ്ട്. അപ്പം അവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം? ജിസയിലിന് പ്രത്യേകത കൊടുക്കുന്നുണ്ട്. ജിസയിൽ കാപ്പി ഇട്ടുകൊണ്ട് ബെഡിൻ്റെ അവിടെ നിന്ന് എടുക്കുന്ന ഒരു സീൻ നോക്കണേ. അപ്പോൾ ജിസയിലിന് കാപ്പി എടുത്തുകൊണ്ട് വന്ന് ബെഡിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെക്കുന്നു. നെവിന് കൊടുത്തായിരുന്നു. അതിന് കൂടെ ഓരോരുത്തർക്ക് ആർക്കെങ്കിലും കൊടുക്കും. അത് അതിബുദ്ധിയാണ്. ആർക്കും കൊടുക്കാതെയല്ല, ആരെങ്കിലുമൊക്കെ സപ്പോർട്ടായിട്ട് പിടിക്കപ്പെട്ടാൽ കൂടെ വേണ്ടേ, അതിന് വേണ്ടി കൊടുക്കുന്നത്. അവിടെ കൊണ്ടുവന്ന് വെച്ച് പഞ്ചസാര ഇടുന്നു, കാപ്പിപ്പൊടി എടുത്ത് പാകത്ത് വെക്കുന്നു, പഞ്ചസാര എടുത്ത് പാകത്ത് വെക്കുന്നു. ഇഷ്ടം പോലെ കിച്ചണിൽ കയറി കാപ്പി ഉണ്ടാക്കണേ കാപ്പി ഉണ്ടാക്കും, ആലു പൊറോട്ട ഉണ്ടാക്കണേ അതുണ്ടാക്കും. അങ്ങനെ പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമുള്ള ഇനി മേക്കപ്പ് ഇടണേ മേക്കപ്പ് ഇടും, ഇനി ഫേസ് വാഷ് ഫേസിൽ തിളക്കം കിട്ടാൻ തക്കാളിയും മഞ്ഞപ്പൊടി ഇടണേ അതിടും. അങ്ങനെ പുള്ളിക്കാർ ഈ ഒരു ഹൗസിൽ വന്നിട്ടുണ്ടെന്ന് ഉള്ള ഒരു വിചാരമില്ലാതെ പെരുമാറാനുള്ള ഒരു കഴിവുണ്ട്. ഒന്നത്. രണ്ടാമത് അവിടെയുള്ള ആൾക്കാരെ കുറേ പേരെ എങ്ങനെയോ സ്വാധീനിച്ച്, നമ്മളെ അതെല്ലാം ബിഗ് ബോസ് കാണിക്കുന്നില്ല, എങ്ങനെയൊക്കെയോ സ്വാധീനിച്ച് കുറേ പുരുഷ കേസരികൾ സാരിത്തുമ്പ പിടിച്ചിങ്ങനെ നടക്കാനുള്ള ആ ട്രിക്കും അറിയാം. അത്യാവശ്യം പിന്നെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ആക്കി മൊത്തം വെച്ചിട്ടുള്ളതുകൊണ്ട് അതിനൊക്കെ ലക്ഷങ്ങളുടെ ചിലവുള്ള അത് കാണിച്ചു അത്യാവശ്യം ആമ്പിള്ളാരെ പുറകെ നടത്തിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവിധ ട്രിക്കും അറിയാവുന്നതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ ഏത് ബിഗ് ബോസിൽ പോകണേലും ഈസി ആയിട്ട് പോകാം. ആരെയും പറ്റിക്കാനുള്ള കഴിവുണ്ട്. അതാണ് ഇത് ജിസയിൽ രാവിലെ ഇത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എന്താ കുഴപ്പം? എല്ലാവരെ പോലെ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കുന്നില്ല. ഈസി പാസിങ്ങിൽ അവിടെ കഴിയാൻ ഒരു പ്രശ്നവുമില്ല. ഇപ്പം തന്നെ ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞു. ഉണ്ടയില്ലാത്തൊരു തോക്കുമായിട്ട് നടന്നിട്ട് മികച്ച പെർഫോമൻസിനുള്ള ഇത് കിട്ടുകയും ചെയ്തു. ആ ഒരു ഹോട്ടലിൽ ഒരു അതിഥി വന്ന് താമസിച്ചിട്ട്, റിയാസ് എന്ന അതിഥി ഫിലിം പ്രൊഡ്യൂസർ വന്ന് താമസിച്ചിട്ട് ആ ഹോട്ടൽ മുഴുവൻ നശിപ്പിച്ച് എല്ലാ സാധനവും വാരി വലിച്ചിട്ട് വയ്യാത്ത ഒരു മനുഷ്യനെ കൊണ്ട് അത് വീണ്ടും വീണ്ടും അടുപ്പിച്ചു. ഹോട്ടൽ ഓണറുടെ മകളായ അതിലെ എല്ലാം നിരത്തി വീണ്ടും ഇടുന്നു. ഇതെല്ലാം കണ്ടിട്ട് ഹോട്ടൽ സെക്യൂരിറ്റി ഒരു പുറത്തുനിന്ന് വന്ന ഒരാളെ എങ്ങനെയാണ് അയാൾ ഹോട്ടലിൽ നശിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്? എന്തെങ്കിലും ചെയ്തോ? എന്നിട്ട് മികച്ച ഇതിനുള്ള അവാർഡ് ജിസയിലിന് കൊടുക്കുകയും ചെയ്തു. അതാണ് ബിഗ് ബോസിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് നെവിൻ ഇരുന്ന് പറയുന്നതെന്ന് കേൾക്കാം. അയാളുടെ ചിന്താഗതി തെറ്റാണ്. ഇപ്പൊ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് പുറത്ത്. അവരും ഷാനവാസ് മാറുന്നതിലൂടെ റിയലൈസ് ചെയ്യുന്നത് അവരും കൂടിയാണ്.
അപ്പം നെവിൻ്റെ അഹങ്കാരം കേട്ടോ, നെവിൻ ചെയ്ത തെറ്റുകളൊന്നും അംഗീകരിക്കുന്നില്ല. പക്ഷെ നെവിനോട് സോറി പറയണ്ട, വലിയ ഉപകാരം, നെവിനോട് സോറി പറയണ്ട, ലോകത്തോട് സോറി പറയണം. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്കൂടെയുള്ള ഒരു പണി അവരൂടെ ഒന്ന് തിരിച്ചറിയണം, നിങ്ങളുടെ ചിന്താഗതി തെറ്റാണെന്നുള്ളത് നിങ്ങളൂടെ ഒന്ന് തിരിച്ചറിയണമെന്ന്. പിന്നെ ലോകത്തുള്ളവരെ മുഴുവൻ നെവിൻ മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുക. ഇപ്പം നെവിൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ റിയാസ് അവിടെ ചെന്നോടുകൂടി ഡൗൺ ആയിക്കിടന്ന് എന്നെ പിടിച്ചുയർത്തി, നീ ഒപ്പം തന്നെ പറയുന്നുണ്ട് പിടിച്ചുയർത്തി. അപ്പം നെവിൻ്റെ ആരാധനാപാത്രമായ റിയാസ് LGBTQ രാജാവ് എഴുന്നള്ളി അവിടെ വന്നോടുകൂടി ഇവർക്ക് ആത്മവിശ്വാസം ആദിലേക്കും എല്ലാവർക്കും അങ്ങ് കൂടി, ഒരു പരിധി കൂടുതൽ കൂടി ഒരു കൊമ്പ് മുളച്ച്, ഇവർക്ക് ആദിലേക്കും നെവിനും ഒക്കെ ഒരു കൊമ്പ് മുളച്ചിട്ടുണ്ട്. അപ്പം അത് വെച്ച് ഷാനവാസിനെ അങ്ങ് ലാലേട്ടൻ വരുമ്പോഴത്തേന് അടിച്ചൊതുക്കി, അതോടൊപ്പം ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്ന നാട്ടുകാരുടെ വായും കൂടെ അടയ്ക്കാനാണ് നെവിൻ അവിടെ ഇരുന്നുകൊണ്ട് നോക്കുന്നത് ഇപ്പം. അല്ലാതെ ഷാനവാസിനെ മാത്രമല്ല, ആ ചിന്താഗതിയുള്ള പ്രേക്ഷകരെ കൂടെ അടിച്ചൊതുക്കണമെന്നാണ് ഇപ്പം നെവിൻ്റെ ചിന്താഗതി. അടുത്ത ആദിലേക്ക് റിയാസ് വന്ന് എൻ്റെ കൊമ്പ് മുളച്ചൊന്ന് കാണാം. പിന്നെ ഞാൻ പറയുന്നത് ഇയാളാണോ തീരുമാനിക്കേണ്ടത്? ഇയാള് പറഞ്ഞോട്ട് സംസാരിക്കാനാണെങ്കിൽ പിന്നെ ഒരാൾ വന്നാ പോലെ എന്നാ പിന്നെ ഇയാൾ പോയിക്കോ, ഇയാളുടെ കൂടെ ഞാൻ സംസാരിക്കാം. പോയിക്കോ, ടാറ്റ ബൈ ബൈ. കോടന്നൂർ വെച്ച് കാണാൻ മഞ്ഞ പെയിന്റ് അടിച്ച വീട്ടിൽ. ശരി, വണ്ടി വിട്ടോ വിട്ടോ സൗകര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വിളിക്കണം. ഇല്ല, ഞാൻ ലഞ്ച് കഴിഞ്ഞിട്ടേ വിളിക്കുള്ളൂ. ഞാനല്ലേ ക്യാപ്റ്റൻ, ലഞ്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. സൗകര്യമുണ്ട്. പറ്റില്ല, നീ ഇയാൾ പോയിക്കോ. അപ്പൊ ആദില അനീഷിനോട് തുടക്കം തൊട്ട് ധിക്കാരമാണ് കാണിക്കുന്നത്. പാത്രം കഴുകാൻ പറഞ്ഞാൽ താൻ പോടോ കണ്ട അലവലാതി പറയുമ്പോൾ പാത്രം കഴുകാനിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കിടന്ന് ഷൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗ്രൂപ്പായി, അവരുടെ ആ ഗ്രൂപ്പിന്റെ, അനീഷ് അടങ്ങുന്ന ഗ്രൂപ്പിന്റെ ക്യാപ്റ്റൻ ആദിലയാണ്. ആദില ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ മീറ്റിംഗ് വിളിച്ച് കൂട്ടണം, അങ്ങനെയാണ് പതിവ്. ആ പതിവ് തെറ്റിക്കാതെ മീറ്റിംഗ് വിളിക്കണമെന്ന് അനീഷ് പറയുന്നു. പിന്നെ ആദില എന്താണ് ചെയ്തതെന്ന് അറിയണമെന്നും പറയുന്നുണ്ട്. എന്തോ ഒരു പ്രശ്നമുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പം എനിക്കിപ്പോൾ സൗകര്യമില്ലടോ, ഞാൻ രാത്രിയെ വിളിക്കും, അല്ലെ ലഞ്ച് കഴിഞ്ഞ് വിളിക്കും, അത് കഴിഞ്ഞ് കളിപ്പാട്ടം പോലെ തട്ട്. ഇപ്പോൾ വാഷ്റൂമിൻ്റെ അവിടെ നിൽക്കുമ്പോൾ വാ നമുക്ക് മീറ്റിംഗ് കൂടാം, വരില്ലേ? വിളിക്കുക, ഞാൻ വരാം എന്ന് അനീഷ്. ഞാൻ ചെയ്യുന്നില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ കളിപ്പാട്ടം പോലെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദിലേക്ക് റിയാസ് വന്നു പോയോടുകൂടി ആദിലേക്ക് വളരെയധികം നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. ആദിലെ ആ ഷാനവാസിനെ കൊണ്ട് അടിച്ചു വാരിപ്പിക്കുക, എല്ലാ ടിഷ്യൂ വീണ്ടും എടുത്തിടുന്നത് ഇപ്പം അനീഷിനോട് കാണിക്കുന്നതൊക്കെ ആദിലേക്ക് റിയാസിൻ്റെ ഉപദേശം കൊണ്ട് 2 കൊമ്പ് കൂടുതൽ കിളുത്തിട്ടുണ്ട്. മിക്കവാറും പ്രേക്ഷകർ ആ കൊമ്പൊക്കെ അരിഞ്ഞു കളഞ്ഞോളും, അതേ പറയാനുള്ളൂ. പിന്നെ ഇപ്പോൾ ഒനിയിൽ ഒരു ചെറിയ വിഷയമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അനുമോൾക്കെതിരെ. അതായത് അനുമോള് കറിയിൽ ഒരു തടിയുടെ തവിയിട്ട് ഇളക്കുന്നുണ്ടായിരുന്നു പാചകം ചെയ്യുമ്പോൾ. എന്നിട്ട് അനുമോൾ അതുകൊണ്ട് സിങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം കിടക്കുന്ന അതിൻ്റെ അകത്ത് കൊണ്ടിട്ടു. അത് കഴിഞ്ഞപ്പോൾ ആരോ കാപ്പി കുടിച്ച ആരാണ്ടൊക്കെ കാപ്പി കുടിച്ച മഗ്ഗോ അതും ഇതുമൊക്കെ ആ സിങ്കിൽ കൊണ്ടിട്ടു, ആ വെള്ളത്തിയിട്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അനുമോൾ ഈ തവി തപ്പുന്നുണ്ട്, അപ്പോൾ കാണുന്നില്ല. അപ്പോൾ സിങ്കിലിട്ടിരിക്കുന്ന ഓർമ്മ ഒന്ന് ഓടിപ്പോയി സിങ്കിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് വീണ്ടും തവി ഈ ഇളക്കുന്ന കറിപ്പാത്രത്തിയിട്ട് ഇളക്കി തുടങ്ങി. അപ്പോൾ അത് ചോദിച്ചപ്പോൾ അത് ചേട്ടാ ഞാൻ സിങ്കിൽ നിന്ന് വെള്ളത്തിൽ നിന്നാണ് ചേട്ടാ എടുത്തതെന്ന് പറയുന്നു. അപ്പോൾ വെള്ളത്തിൽ നേരത്തെ ആരോ കുടിച്ച കാപ്പിയുടെ കപ്പിട്ടിരുന്നു. അപ്പോൾ അനുമോൾക്ക് ഇപ്പോൾ വൃത്തിയില്ലെന്നൊക്കെ അക്ബറിനോട് ഇരുന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നുണ്ട്. അടുത്ത അനുമോൾക്കെതിരെ ഉരുട്ടിക്കൊണ്ടുവരുന്ന പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. ഇപ്പം ലിവിംഗ് റൂമിലോട്ട് ബിഗ് ബോസ് വിളിച്ചിരിക്കുന്ന സീനിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.